ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി പോലീസ് പിടിയിലായി. ചാലക്കുടിക്കടുത്ത ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയെയാണ് തൃശൂർ റൂറൽ പോലീസ് വീട്ടിൽ നിന്നും പിടികൂടിയത്. തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ കവർച്ച നടന്ന രണ്ടാം ദിവസം തന്നെ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പ്രതിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഇതുൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് പ്രതിയുടെ ആശാരിപ്പാറയിലെ വീട്ടിൽ നിന്നും പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഏതാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മോഷണം നടന്ന സമയം മുതൽ തന്നെ വളരെ ഊർജിതമായ അന്വേഷണത്തിലായിരുന്നു പോലീസ്. പക്ഷേ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള എല്ലാ പരിപാടികളും ഇയാൾ ചെയ്തിരുന്നു. തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനം, അതായത് യാതൊരു തെളിവും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഒരു കവർച്ച നടത്തിയാണ് പട്ടാപ്പകൽ ഇയാൾ രക്ഷപ്പെട്ടത്. മോഷണത്തിന് എത്തിയിരുന്നപ്പോൾ തന്നെ 2 ടീഷർട്ടുകളും അതിനു മുകളിൽ ഒരു ജാക്കറ്റും ധരിച്ചായിരുന്നു പ്രതി കവർച്ചയ്ക്ക് എത്തിയത്. തലയിൽ ഹെൽമെറ്റിനുള്ളിലായി മങ്കി ക്യാപ്പ് ധരിച്ചിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഉൾപ്പെടെ ധരിച്ചായിരുന്നു മോഷണം നടത്തിയത്. ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞെങ്കിൽ കൂടി പ്രതിയെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ്, അല്ല അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയാണ് ഇയാൾ ആസൂത്രിതമായ മോഷണം നടത്തിയത്. ഈ കവർച്ചയ്ക്ക് വേണ്ടി തന്നെ ഏതാനും ദിവസം മുമ്പ് തന്നെ ഇയാൾ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ വൈകിട്ടാണ് പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തത്. തെളിവുകളൊന്നും അവശേഷിച്ചിട്ടില്ല എന്ന ഒരു അമിതമായ ആത്മവിശ്വാസം കൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇയാൾ. വളരെ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. ഇയാളുടെ വാഹനം തന്നെ കവർച്ചയ്ക്കായി ഇയാൾ എത്തിയത് സ്വന്തം വാഹനത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഈ വാഹനത്തിൽ ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചിരുന്നു. ഒരു 2 ആഴ്ച മുൻപായി ചാലക്കുടി പള്ളിയിൽ ഇയാൾ പെരുന്നാളിനായി പോയിരുന്നു. പെരുന്നാൾ തിരക്കിനിടയിൽ അവിടെ ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റി ആ നമ്പർ പ്ലേറ്റ് തന്റെ വാഹനത്തിൽ ഘടിപ്പിച്ചാണ് ഇയാൾ മോഷണത്തിലെത്തിയത്. അങ്ങനെ എല്ലാവിധത്തിലും യാതൊരു തെളിവും ഇല്ല, പോലീസ് തന്നിലേക്ക് എത്താനുള്ള ഒരു സൂചനയും ഇല്ല എന്നൊരു ധാരണയിലായിരുന്നു ഇയാൾ. ഈ കവർച്ച നടത്തിയതിനു ശേഷം ഇയാൾ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡിൽ, അതായത് ഈ ബാങ്ക് ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പോട്ടയിൽ പ്രധാന ദേശീയപാതയിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറി പഴയ ദേശീയപാതയിൽ ആണ് ബാങ്ക് ഉള്ളത്. പോട്ട പള്ളിയുടെ എതിർവശത്താണ്. പ്രതി നേരത്തെ തന്നെ പള്ളിയിൽ പലപ്പോഴായി വന്ന് ബാങ്ക് നിരീക്ഷണം നടത്തിയിരുന്നു. ബാങ്കിലുള്ള സാഹചര്യങ്ങൾ, ബാങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല എന്ന കാര്യമെല്ലാം ഇയാൾ ആ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കാനായി പോകുന്ന സമയം നോക്കി ഇയാൾ എത്തുന്നത്. 4 ദിവസം മുൻപ് ഇതിനു വേണ്ടിയുള്ള അവസാന ഒരുക്കത്തിന്റെ ഭാഗമായി ഇയാൾ ATM കാർഡ് തകരാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിലെത്തിയിരുന്നു. അത് ശരിയാക്കാനാണെന്ന വ്യാജേന ബാങ്കിലെത്തി. ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനിടെ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെ ആ നിന്ന സമയം കൊണ്ട് തന്നെ ബാങ്കിലെ ഒരു സാഹചര്യം, മുറികൾ എവിടെ, വാതിൽ എവിടെ എന്നെല്ലാം മനസ്സിലാക്കി കൃത്യമായ നിരീക്ഷണം കൂടി നടത്തി ഇയാൾ അവസാനവട്ട ഒരുക്കം നടത്തിയിട്ടുണ്ട്. ഇയാൾക്ക് അക്കൗണ്ട് ഉള്ളത് ചാലക്കുടി ശാഖയിലാണ്, ഫെഡറൽ ബാങ്കിന്റെ. പക്ഷേ പോട്ട ബ്രാഞ്ചിലേക്ക് ഇയാൾ വന്ന് ഈ ATM കാർഡുമായി വന്ന് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാണ് ഈ പോട്ട ശാഖയുടെ സാഹചര്യങ്ങൾ ഇയാൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ മോഷണം നടത്തി ഇയാൾ ഈ ദേശീയപാതയിലേക്ക് കടക്കുന്നു. നിലവിലെ പ്രധാന ദേശീയപാതയിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ദിശയിൽ കുറെ ദൂരം സഞ്ചരിക്കുന്നു. അതിനിടെ ക്യാമറ ഇല്ലാത്ത ഒഴിവുള്ള ഭാഗത്തെത്തി ഇയാൾ ഈ പുറമേയുള്ള ജാക്കറ്റ് മാറ്റി. അപ്പോൾ അകത്ത് ടീഷർട്ടാണ്. ആ ടീഷർട്ട് ധരിച്ച് തിരികെ പോകുന്നു. പോലീസിനെ സംബന്ധിച്ച് ആദ്യം നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളാണ് പോലീസ് നോക്കിയത്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വാഹനം മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ വ്യാജ നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ട് പ്രതിയിലേക്ക് എത്താനുള്ള താമസം എടുത്തിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എവിടെയെല്ലാം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിച്ചു. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ കിട്ടുന്ന വാഹനം നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇയാൾ ധരിച്ചിരുന്ന വസ്ത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. ജാക്കറ്റ് മാറ്റിയിരുന്നതുകൊണ്ട് ആ വേഷം നോക്കിയായിരുന്നു ആദ്യം നിരീക്ഷണം നടത്തിയിരുന്നത്. പക്ഷെ അത്തരം വേഷത്തിൽ ഈ സമാന രീതിയിലുള്ള ഒരു വാഹനത്തിൽ ഒരാൾ പോയ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ഒരുപക്ഷെ വേഷം മാറിയിട്ടുണ്ടാവും എന്ന ധാരണയിലേക്ക് എത്തിയത്. അങ്ങനെ എല്ലാ വാഹനങ്ങളും, അതായത് എൻടോർക്ക് എന്നൊരു വാഹനമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. ആ എൻടോർക്ക് വാഹനം എല്ലാം എവിടെയെല്ലാം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങനെയാണ് വാഹനം തെക്കോട്ട് വന്നതിന് ശേഷം പിന്നീട് തൃശൂർ ഭാഗത്തേക്ക് വീണ്ടും പോയി എന്നറിയുന്നത്. അങ്ങനെ തൃശൂർ ഭാഗത്തേക്കുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. കൊടകരയ്ക്ക് അപ്പുറത്തേക്ക് ഈ വാഹനം എവിടെയും ഒരു CCTV-യിൽ പതിഞ്ഞതായിട്ടില്ല. ചാലക്കുടിക്ക് കൊടകരയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് എവിടെയോ വെച്ച് ഈ വാഹനം ദേശീയപാതയിലൊന്നും തിരിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ഇയാൾ പലപ്പോഴും ഉൾഭാഗത്തുള്ള വഴികളിലൂടെ വാഹനം ഓടിച്ചിരുന്നു. കാരണം CCTV ദൃശ്യങ്ങൾ, പോലീസിന്റേതായ CCTV ക്യാമറകൾ ഉണ്ടാകില്ല എന്നൊരു ധാരണയിലാണ് അയാൾ അത്തരത്തിൽ പലപ്പോഴും വഴിമാറി വാഹനം ഓടിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ഇയാളുടെ വീടിനടുത്തേക്കുള്ള ഒരു വഴിയിലേക്ക് ഇയാൾ എത്തുന്നു. ഇതിനിടെ വീണ്ടും ഒരു തവണ കൂടി ഇതിനിടയിൽ ഈ വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ പുറമെ ഉണ്ടായിരുന്ന ഒരു ടീഷർട്ട് കൂടി മാറി. അങ്ങനെ 3 തവണ വേഷം മാറിയാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത്. മോഷണ ശേഷം ഇത്തരത്തിൽ വേഷമാറ്റം നടത്തിയിരുന്നു.
പ്രതിയുടെ ഭാര്യ വിദേശത്താണ്, നഴ്സായി ജോലി ചെയ്യുന്നു. ഇവർ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസ, ചെലവിനായി അയച്ചു കൊടുക്കുന്ന പണം ഇയാൾ ദൂർത്തടിച്ച് ചെലവഴിച്ചിരുന്നു. അങ്ങനെ വരുത്തി വെച്ച കടമാണ്, ആ കടം വീട്ടുന്നതിനാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചത്. ഇന്നലെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ, അതായത് 15 ലക്ഷം രൂപ ഇയാൾ കവർന്നിരുന്നു. അതിൽ 10 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഇത് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട തുകയുടെ പണത്തിന്റെ ആ നോട്ടുകൾ തന്നെ അതേ സീരീസ് ആണ് എന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. 5 ലക്ഷം രൂപയോളം ഇയാൾ ചിലവഴിച്ചിട്ടുണ്ട്. ഈ 5 ലക്ഷം രൂപയിൽ 3 ലക്ഷത്തോളം രൂപ നേരത്തെ ഒരാളിൽ നിന്ന് പണം പലിശയ്ക്ക് വാങ്ങിയിരുന്നു. ആ കടം വീട്ടാൻ ഉപയോഗിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് ആകെ 49 ലക്ഷം രൂപയോളം കടമുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ കടം വീട്ടാനും അതോടൊപ്പം ഭാര്യ അടുത്ത മാസം തിരികെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അതിനുള്ളിൽ ഭാര്യ ഈ പണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഈ കവർച്ച ആസൂത്രണം ചെയ്തത്. എന്തായാലും വളരെ ആസൂത്രിതമായി കേരളത്തെ ഞെട്ടിച്ചു നടത്തിയ ഈ കവർച്ചയിൽ പ്രതി ഇന്നലെ വൈകിട്ട് പോലീസ് പിടിയിലായി. വളരെ ശാസ്ത്രീയമായി. അതോടൊപ്പം തന്നെ ഈ വാഹനത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് പിന്നാലെ പ്രതിയെ കണ്ടെത്താൻ പോലീസ് മറ്റൊരു മാർഗം കൂടി സ്വീകരിച്ചിരുന്നു. ഈ നിർണായക വാഹനം സഞ്ചരിച്ചു എന്ന് പറയുന്ന ആ പ്രത്യേക ഭാഗങ്ങളിൽ, അത്തരം സ്ഥലങ്ങളിലുള്ള മൊബൈൽ ടവറുകളിൽ സഞ്ചരിച്ചു. കാരണം എല്ലാ മൊബൈലിലും പരിശോധിക്കുക എളുപ്പമായിരുന്നില്ല. അവിടെ കൃത്യമായ ആ ടവർ ലൊക്കേഷനുകളിൽ മൂവ് ചെയ്ത മൊബൈൽ നമ്പറുകൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ശരി, വ്യക്തമാണ്. പ്രതിയിലേക്ക് സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു തിയോഫിൻ.